ഹായ് കൂട്ടുകാരേ, അപ്പോൾ നമുക്ക് ഒരു മീൻ വാങ്ങാൻ പോയ വീഡിയോയിലേക്ക് പോയാലോ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മീൻ വാങ്ങാൻ പോവാം, വായോ. കുറേ ദിവസമായി നമ്മുടെ ഇതിലെ വരുന്ന മീൻകാരൻ വന്നിട്ട് കേട്ടോ. ആൾ വന്നാൽ മാത്രമേ നമ്മൾ മീൻ വാങ്ങാറുള്ളൂ. ആളുടെ കയ്യിൽ മാത്രമേ നല്ല മീനുള്ളൂ കേട്ടോ. അതുകൊണ്ട് വരാത്തതുകൊണ്ട് കുറേ ദിവസമായി നമ്മൾ മീനൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ സമയമൊന്നും നോക്കിയില്ല, മീൻ മേടിക്കാൻ പോകാൻ കേട്ടോ. കുറേ ഒരു 7 മണി ആവാറായിട്ടുണ്ട് സമയം. 7 മണി ആവാറായി എന്നല്ല, 7 മണി ആവാറായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം മീൻ മേടിക്കാൻ ഇറങ്ങിയേക്കുവാണേ. നമ്മൾ ടൗണിൽ പോയി മീൻ മേടിക്കാമെന്ന് കരുതി ഇറങ്ങിയിട്ടോ. എന്തായാലും ഇന്ന് മീൻ മേടിച്ചിട്ടുള്ളൂ കാര്യം. എത്ര ദിവസം മീൻ കൂട്ടാതിരിക്കുന്നു, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ മീൻ കടയിൽ 3-4 മീൻ കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കി. എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ തിരക്ക് കുറഞ്ഞൊരു കടയിൽ വന്നിട്ടോ. ഈ കടയിലും ആദ്യം തിരക്കായിരുന്നു. നമ്മൾ അപ്പുറത്ത് പോയി തിരിച്ച് വന്നപ്പോഴത്തേനും തിരക്ക് കുറഞ്ഞതാണ്. അപ്പം കിളിമീനുണ്ട്, ശീലാവുണ്ട്, ചെമ്മീനുണ്ട്, അയലയുണ്ട്, ചാളയുണ്ട്, ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചാള കേട്ടോ മേടിച്ചേ. ചെറിയ കുഞ്ഞമ്മത്തിയാണേ. അപ്പം അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് കൂടി അയല കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ മേടിച്ചിറങ്ങിയപ്പം നമ്മൾ മറ്റേ പനന്നൊങ്ക് വിൽക്കുന്നവരെ കണ്ടു കേട്ടോ. ആ സാധനം എനിക്കിഷ്ടമല്ല, മേടിച്ചില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പം ഈ മീൻ കടയിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോരുവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, മീൻ മേടിക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച് അത് പോകുന്ന വഴിക്ക് മഴ ചാറി. അതുകൊണ്ട് നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നു കേട്ടോ. ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പം നനഞ്ഞെങ്കിലോ എന്ന് കരുതി വേഗം പോന്നു. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. വീട്ടിൽ വന്ന പാടെ നല്ല കുഞ്ഞമ്മത്തിയല്ലേ, ഞാനൊരു കുറച്ചെടുത്ത് വറക്കാമെന്ന് വെച്ച് വേഗം തന്നെ വെട്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നല്ല കുഞ്ഞമ്മത്തിയാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ നമ്മുടെ സാധാ കത്രിക വെച്ചിട്ടാണ് കേട്ടോ മീൻ ക്ലീനാക്കുന്നത്. എനിക്കിതാണ് കേട്ടോ കംഫർട്ട്, പെട്ടെന്ന് പരിപാടി കഴിയും. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകിട്ട് കറിയുണ്ട്, എന്നാലും 2 മീൻ വറുക്കാം എന്ന് കരുതിയിട്ട്. കുറേ നാൾ കൂടി മീൻ മേടിക്കണതാണ്. അപ്പം വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റൊന്നും നോക്കിയില്ല, മീൻ ക്ലീൻ ആക്കുക. മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കുറച്ച് മീൻ എടുത്തുള്ളൂ ഇപ്പോൾ വറുക്കാൻ വേണ്ടി മാത്രം. നമുക്കതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാവേ. മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ തിരുമ്മി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നൊന്നുമില്ല, ഉടനെ തന്നെ വറുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി 2-3 കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീനൊക്കെ പതുക്കി വെച്ച് പൊരിച്ചെടുക്കാവേ. കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊരിച്ച് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ മത്തിയുടെയൊക്കെ ഒരു സൈഡ് മുരിഞ്ഞപ്പം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചിട്ടു. ഇത് നമ്മൾ പിറ്റേ ദിവസം ബാക്കി ഇരുന്ന മീൻ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് നമ്മൾ ആ മീൻ വെട്ടി വൃത്തിയാക്കി വറുത്ത് അന്ന് വൈകിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചു. ഇത് പിറ്റേ ദിവസം ആ മീൻ വെട്ടു കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് മീൻ വെട്ടുമ്പോൾ പൂച്ചകൾ വരുമല്ലോ. നമ്മുടെ പൂച്ചയൊന്നുമല്ല, അടുത്ത വീട്ടിലെ പൂച്ച കേട്ടോ. 2 പൂച്ച അവിടെ വന്നിരിപ്പുണ്ടേ. 2 പൂച്ചയും കുഞ്ഞുങ്ങളുണ്ടാവാറായിരിക്കുക. അപ്പം ഞാൻ പൂച്ചകൾക്ക് 2 മീൻ തലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ കേട്ടോ കള്ളിപ്പൂച്ച കേട്ടോ. നമ്മളിപ്പോൾ മീൻ തലയൊക്കെ ഇട്ട് കൊടുത്തെങ്കിലും മീൻ കറി അല്ലെങ്കിൽ മീൻ പൊരിച്ചൊക്കെ വയ്ക്കുവാണെങ്കിൽ അകത്ത് കയറി നല്ല അന്തസ്സായിട്ട് കട്ട് നിന്നിട്ട് പോകും കേട്ടോ. എന്നാലും മിണ്ടപ്രാണിയല്ലേ. അപ്പോൾ ഞാനങ്ങനെ ബാക്കി ഇരുന്ന് നമ്മുടെ കുഞ്ഞമ്മത്തിയെല്ലാം നല്ല ക്ലീനാക്കി വെള്ളമൊക്കെ ഒഴിച്ച് കുറേ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകണം കേട്ടോ. മീനൊക്കെ ലാസ്റ്റ് നല്ല സിൽവർ പോലെ വെട്ടിത്തിളക്കണം.
അങ്ങനെ ദാ അത്തിയൊക്കെ കുറേ പ്രാവശ്യം കഴുകി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഇന്നും കുറച്ചെടുത്ത് വറക്കാമെന്ന് വെച്ചു. ഇന്നലെ വറുത്തതിന് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നും കുറച്ച് വറക്കാമെന്ന് വെച്ചു. ബാക്കി നമുക്ക് പീര വയ്ക്കുമോ ചാറ് വയ്ക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്താ എനിക്കിങ്ങനെ ഈ മീനിൻ്റെ അകത്ത് ഇങ്ങനെ കറുത്തിരിക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാനതൊക്കെ വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, മീനിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാവേ. ബായ്.